Hello students, hope everyone can see me. നമ്മൾ UGC നെറ്റ് ലോയുടെ ആൻസർ കീ ഡിസ്കഷനാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും റെസ്പോൺസ് ഷീറ്റൊക്കെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഏറ്റവും ആദ്യത്തെ പടിയായിട്ട് ഒരു പ്രിപ്പറേഷൻ തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്തിരിക്കേണ്ട കാര്യമാണ്, നമ്മുടെ കയ്യിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ഒരു 2-3 വർഷത്തെ നമ്മുടെ കയ്യിൽ സിലബസിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കോപ്പി ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത്. അതല്ലാതെ നമ്മൾ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്നത് പോലെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാലോ പഠിച്ചുകൊണ്ടിരുന്നാലോ പരീക്ഷ എഴുതാനായിട്ട് പറ്റും, പക്ഷേ പരീക്ഷയ്ക്ക് സ്കോർ കയറാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. പലരും ചോദിക്കുന്നൊരു ഡൗട്ടാണ്, ചലഞ്ച് ചെയ്യണോ സാറേ, ചലഞ്ച് ചെയ്തിട്ടെ, ഒരു 2-3 ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാൻ കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിനെപ്പറ്റി, ചലഞ്ചിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ചലഞ്ച് ചെയ്യ് നിങ്ങൾ, കാരണം പൈസ കൊടുത്താലേ ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ചലഞ്ച് ചെയ്യണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എന്തെങ്കിലും ഒരു ഇറഗുലാരിറ്റി അതിനകത്ത് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലിയ പ്രശ്നമാകും. പക്ഷേ ഞാനൊരു ചലഞ്ച് ചെയ്യണമെന്നില്ല എന്ന് ഭൂരിഭാഗം പേരോടും പറയുന്നതിൻ്റെ ഒരു മെയിൻ കാരണം, കഴിഞ്ഞ 2 സൈക്കിളിനെ അപേക്ഷിച്ച് പേപ്പർ 2-ൽ ചലഞ്ച് ചെയ്തിട്ടും അവർ അംഗീകരിക്കാത്ത സിനാരിയോയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ സൈക്കിളിൽ ഒരു ക്വസ്റ്റ്യൻ പോലും പേപ്പർ 2-ൽ നിന്ന് NTA മാറ്റിയിട്ടില്ല, അല്ലെങ്കിൽ NTA അതിനകത്ത് തെറ്റുണ്ടെന്ന് സമ്മതിച്ചിട്ടില്ല. അതിന് മുമ്പത്തെ സൈക്കിളിലും പേപ്പർ 2-ൽ യാതൊരു തെറ്റുണ്ടെന്ന് NTA സമ്മതിച്ചിട്ടില്ല. അതിന് മുമ്പത്തെ സൈക്കിളിലും അങ്ങനെ തന്നെയാണ് വന്നിരുന്നത്. പേപ്പർ 1-ൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ സൈക്കിളിൽ, പക്ഷേ പേപ്പർ 2-ലെ മിസ്റ്റേക്ക് ഒന്നും NTA സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ചലഞ്ച് ചെയ്യേണ്ട കാര്യമില്ലെന്ന് ഞാൻ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് അത്രമാത്രം തെറ്റുണ്ടതായിട്ടൊരു ചോദ്യം ഫീൽ ചെയ്തുമില്ല പല കാര്യങ്ങളും. പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മളൊരു ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ, ഇപ്പം മാച്ച് ദ ഫോളോയിങ് ഉള്ള ചോദ്യമാണ്, നമുക്ക് ചിലപ്പോൾ തോന്നും ഇതും, അതായത് ലിസ്റ്റ് എയിൽ തന്നിരിക്കുന്നതും ലിസ്റ്റ് 2-ൽ തന്നിരിക്കുന്നതും, ലിസ്റ്റ് 1-ഉം ലിസ്റ്റ് 2-ഉം ഉണ്ടല്ലോ, അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യമായിട്ടാണ് മാച്ചിങ്, പക്ഷേ ഇത് മറ്റേ കാര്യമായിട്ടും കൂടെ മാച്ചിങ് ആണെന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ ഞാൻ അതാണ് പറഞ്ഞത്, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ചലഞ്ചിങ്ങിൻ്റെ കാര്യം നമ്മൾ വിട്ടു. നമ്മൾ ആലോചിക്കേണ്ടത് ഇനി മുന്നോട്ടുള്ള പോക്കിൽ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ അത് പാലിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു കാര്യവും അതാണ് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടതും. അല്ലാതെ നമുക്ക് സ്കോർ ഇത്രേ കിട്ടിയുള്ളൂ, ഇത് കിട്ടുകയില്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിനേക്കാളും നല്ലത് അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. അതും 8-10 മണിക്കൂർ ആദ്യമേ ചെയ്യണമെന്നല്ല, അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, അങ്ങനെ പതുക്കെ തുടങ്ങിപ്പോയാൽ മതി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് മെയിനായിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം ഫസ്റ്റ് യൂണിറ്റായ ജൂറിസ്പ്രുഡൻസിൽ നിന്ന് ചോദ്യങ്ങൾ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പണ്ടൊക്കെ കഴിഞ്ഞ സൈക്കിളിലും അതിന് മുമ്പത്തെ സൈക്കിളിലും ഒക്കെ കുറേ കോട്ട്സ് തന്നിട്ട് ഇന്നത് ആരാണ് പറഞ്ഞത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, അത് കറക്റ്റ് ഫാക്ച്വലാണ്. അതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആ തന്നിരിക്കുന്ന ഓപ്ഷനിലെ ജൂറിസ്റ്റുകളുടെ സ്വഭാവം അറിഞ്ഞിരിക്കണം. അവരുടെ ഐഡിയോളജിയെ പറ്റി ധാരണ ഉണ്ടെങ്കിൽ ആ പറഞ്ഞിരിക്കുന്നത് ആയിരിക്കാം എന്ന് വേണേൽ ഗസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് നല്ല ഇൻഡെപ്ത് വായനയും ഇൻഡെപ്ത് നോളജും ആ ആളുകളെ കുറിച്ച് ഉണ്ടാവണം. ഇൻഡെപ്തായിട്ട് ഇപ്പം ഓസ്റ്റിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം, മൂപ്പര് പോസിറ്റിവിസ്റ്റ് ആണ്. അതുപോലെ ഹോളണ്ടിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം. അതുപോലെ ജെർമി ബെന്തമിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം. ജോൺ റോൾസിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം. മോണ്ടെസ്ക്യൂ, ഓഗസ്റ്റേ കോംറ്റെ, ഹെർബർട്ട് സ്പെൻസർ, ഇവരെ പറ്റിയൊക്കെ ഇവരുടെയൊക്കെ ഐഡിയോളജി എന്താണെന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവണം. അതുപോലെ പല സ്കൂൾസുകളെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവണം. അതിൻ്റെ ക്രോണോളജി നമുക്കറിയാം, ലോ ഇവോൾവ് ചെയ്ത് വന്നതാണ് ഈ ഓരോ സ്കൂളുകളും നമ്മൾ ജൂറിസ്പ്രുഡൻസിൽ പഠിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ, സോഷ്യോളജിക്കൽ, അതുപോലെ എന്താ പറയുക, റിയലിസ്റ്റ് സ്കൂൾ അവസാനം വന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ലോ ഇവോൾവ് ചെയ്ത് വന്ന രീതിയാണ്. അപ്പോൾ ഇതിലെ മെയിനായിട്ടുള്ള സപ്പോർട്ടേഴ്സിനെ, തിങ്കേഴ്സിനെ പഠിക്കുക, അവരുടെ സ്വഭാവം അറിയുക, അതുപോലെ സ്കൂൾസിനെ പറ്റി അറിയുക. അതും ഈ സൈക്കിൾ പരിശോധിക്കുമ്പോഴത്തേക്കും ആ ഒരു കാര്യം അറിഞ്ഞാൽ പോലും പല ചോദ്യവും ജൂറിസ്പ്രുഡൻസിൽ നമുക്ക് എഴുതാൻ പറ്റും. ആ തിങ്കേഴ്സിനെ പറ്റിയും ജൂറിസ്റ്റുകളും തിങ്കേഴ്സും ഒന്ന് തന്നെ ആയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ സ്കൂൾസുകളെ പറ്റി ഒരു ധാരണ ഉണ്ടെങ്കിൽ പല ചോദ്യങ്ങളും ജൂറിസ്പ്രുഡൻസിൻ്റെ എഴുതാൻ പറ്റിയത്. ഇനി അടുത്ത യൂണിറ്റിലേക്ക് കടക്കുമ്പോഴത്തേക്കും
ഞാനിവിടെ ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇതിൽ നോക്കാം. ബോത്ത് ആപ്ലിക്കേഷൻ ലെവൽ ആൻഡ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് വേർ ദെയർ ഇൻ ദ എക്സാം. അതാണ് ഫസ്റ്റ് പോയിന്റ്. അതായത് ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളെന്ന് ഉദ്ദേശിച്ചത്, നമുക്കറിയാം ഒരു 6 മാസത്തെ പ്രിപ്പറേഷനിൽ നമ്മൾ പല കാര്യങ്ങൾ വായിക്കും, പല കാര്യങ്ങൾ പഠിക്കും, അതിൽ നിന്ന് അതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു ചോദ്യം വരുമ്പോഴത്തേക്കും നമ്മൾ ആ പഠിച്ച കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് ആ ചോദ്യത്തിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഈ സൈക്കിളിൽ ഉണ്ടായിരുന്നു. അതാണ് ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പം ഒരു 6 മാസത്തെ കാലയളവ് എന്തായാലും പഠിക്കാൻ വേണം. മാത്രമല്ല പഠിക്കേണ്ടത്, വായിക്കേണ്ടത് അതേപോലെ വായിക്കണം. എന്നാൽ പരന്ന വായന മാത്രം പോരാ. പരന്ന വായന കൊണ്ട് UGC നെറ്റ് എക്സാം പാസ്സാവാനായിട്ട് പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്. കാരണം കറക്റ്റായിട്ടുള്ള പോയിന്റ് ബൈ പോയിന്റ് ഫാക്ച്വൽ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇന്ന ആർട്ടിക്കിൾ ഇന്നതാണ്, ഇന്ന ആർട്ടിക്കിളിലെ ഇന്ന ക്ലോസ് ഇന്നതാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാലും കൂടെ മാത്രമേ UGC നെറ്റിലെ പല ചോദ്യങ്ങളും ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളും ഉണ്ടായിരുന്നു, ഫാക്ച്വൽ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. കുറേ ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഇത് ഇപ്പോൾ ക്രോണോളജി ചോദിക്കാറുണ്ട് ചില ആക്റ്റുകളിൽ. ഈ ക്രോണോളജി അറിഞ്ഞിരുന്നുകൊണ്ട് എന്ത് ഉപകാരം എന്ന് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സൈക്കിളിലൊക്കെ. പക്ഷെ അതുകൊണ്ട് അവരിപ്പം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. നമ്മൾ വായിച്ചതിൽ നിന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്ത പോയിന്റ് നോക്കിയേ, നീഡ് ടു കവർ മോർ മൈനർ ആക്ട്സ്. മൈനർ ആക്റ്റുകൾ ഒരുപാട് കവർ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. മൈനർ ആക്റ്റുകൾ കവർ ചെയ്യണം. അതായത് നമ്മുടെ സിലബസിലെ പറയുന്ന കൊമേഴ്ഷ്യൽ ലോയുടെയും അതുപോലെ ടോർട്ടിലും ഒക്കെ പറയുന്ന യൂണിറ്റുകളിൽ ഒരുപാട് മൈനർ ആക്ട് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കൊമേഴ്ഷ്യൽ ലോയിൽ തന്നെ 5 മൈനർ ആക്ടിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട് സിലബസിൽ. കൊമേഴ്ഷ്യൽ ലോയുടെ സിലബസ് എടുത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ്. കോൺട്രാക്ട് ആക്ടിനെ പറ്റി പറയുന്നുണ്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിനെ പറ്റി പറയുന്നുണ്ട്, സെയിൽ ഓഫ് ഗുഡ്സിനെ പറ്റി പറയുന്നുണ്ട്, പാർട്ട്ണർഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്, കമ്പനി ലോയിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം ഇത്രയും ബെയർ ആക്റ്റുകൾ നമ്മൾ കവർ ചെയ്യണം. ഇത് എല്ലാ സെക്ഷനും കാണാതെ പഠിക്കണമെന്നല്ല പറയുന്നത്. നമുക്കിപ്പോൾ 5 ബെയർ ആക്ട് പഠിക്കണം എന്നുള്ളത് മനസ്സിലായി. ഇനി ആ ബെയർ ആക്ടിൽ ഏതിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ എന്ത് ഉപയോഗിക്കണം? PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കണം. അത് മനസ്സിലാക്കിയതിന് ശേഷം വേണം പഠിച്ചു തുടങ്ങാൻ, അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ഷൻ തെറ്റാവാൻ സാധ്യതയുണ്ട്. ഇനി സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള മൈനർ ആക്ടുകൾ മാത്രമല്ല, മറ്റു പല മൈനർ ആക്ടുകൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി ആക്ട് 2002, അതുപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019, അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993. ഇവിടെ ഇങ്ങനെയുള്ള മൈനർ ആക്ടുകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും നല്ല ഗൈഡാണ് PYQ നോക്കിയിട്ട് വേണം അതിനകത്ത് എന്ത് പഠിക്കണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ ചുമ്മാ വാരി വലിച്ച് പഠിക്കുകയോ ചുമ്മാ വായിച്ചു വിടുകയോ ഒന്നുമല്ല വേണ്ടത്. മൈനർ ആക്റ്റുകൾ കവർ ചെയ്യേണ്ട ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. കാരണം മൈനർ ആക്ട് കവർ ചെയ്താൽ മാത്രമേ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ വേണേൽ പറയാം അതിനെ. എന്നാൽ മാത്രമേ നമ്മൾ ഇപ്പം എല്ലാവർക്കും ഉത്തരം എഴുതാവുന്ന ചോദ്യം നമുക്ക് ഉത്തരം എഴുതിയിട്ട് കാര്യമില്ല. നമ്മൾ എല്ലാവർക്കും ഉത്തരം എഴുതാൻ പറ്റാത്ത ചോദ്യങ്ങളും കൂടെ നമ്മൾ കുറച്ച് ഉത്തരം എഴുതുമ്പോഴാണ് നമ്മൾ ആ കട്ട് ഓഫിലേക്ക് മുകളിലേക്ക് പോകുന്നത്, അല്ലേ? മുകളിലത്തെ 6%, ഏറ്റവും ആദ്യത്തെ 6% പേരിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ എല്ലാവർക്കും എഴുതാൻ പറ്റാത്ത ചോദ്യങ്ങളും കൂടെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റണം, അല്ലേ? അതുപോലെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ഇതുപോലെ മൈനർ ആക്റ്റിൽ നിന്ന് ചോദിക്കുന്നത്. കാരണം ഭൂരിഭാഗം സ്റ്റുഡൻസും സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ PYQ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർക്കറിയാവുന്ന അവർ UGക്കും PGക്കും ഒക്കെ പഠിച്ച കാര്യങ്ങളും അവ എന്തായാലും ഉത്തരം എഴുതും. പക്ഷെ അത് നമുക്ക് എഴുതണം. അത് മാത്രമല്ലാതെ മൈനർ ആക്റ്റുകളിൽ നിന്നും സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും അതുപോലെ PYQവിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ നന്നായിട്ട് അനലൈസ് ചെയ്തൊരു വ്യക്തികൾക്ക് മാത്രമേ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. PYQ എങ്ങനെ അനലൈസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസ് അടക്കം അനലൈസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുക. ക്വസ്റ്റ്യൻസ് 4 ഓപ്ഷൻസ്, ആ 4 ഓപ്ഷൻസും കീറി മുറിച്ച് നമ്മൾ പഠിക്കണം. ആ 4 ഓപ്ഷൻസിലും എന്താണ് വരുന്നത്, ആ 4 ഓപ്ഷൻസ് ഓരോ ഓപ്ഷൻസും NTA ഇട്ടതിൽ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ ഓപ്ഷൻസും എന്താണെന്നും കൂടെ നമ്മൾ പഠിക്കുമ്പോഴാണ് അടുത്ത സൈക്കിളിലെ ചോദ്യങ്ങൾ ചിലപ്പോൾ ആ ഓപ്ഷൻസിൽ നിന്നായിരിക്കും നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ചിലപ്പം അടുത്ത സൈക്കിളിലായിരിക്കും ആ ഓപ്ഷനിൽ ചോദ്യം വരിക.
അപ്പം നമ്മൾ 3 വർഷത്തെ 2 വർഷത്തെ മുമ്പുള്ള PYQ ഒക്കെ ആധാരമാക്കി വേണം പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. നമ്മളിവിടെ ക്ലാസ്സിലും അങ്ങനെ തന്നെയാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ നമ്മൾ UGക്കും PGക്കും ഒക്കെ കുറേ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് പറ്റാവുന്ന പരമാവധി കുറേ വായിച്ച് നോളജൊക്കെ കളക്ട് ചെയ്തതാണ്. ഇനി അതെല്ലാം കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ NTA-യുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, UGC നെറ്റ് എക്സാം ടാക്കിൾ ചെയ്യാനുള്ളത്. അപ്പോൾ അതാണ് മൂന്നാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ആണ് വൈ ലേണിംഗ് മൈനർ ആക്ട്സ് കോൺസെൻട്രേറ്റ് ഓൺ ക്രോണോളജി ഓഫ് സെക്ഷൻസ് ആൻഡ് ആർട്ടിക്കിൾസ്. നമ്മൾ മൈനർ ആക്ട് ഇപ്പോൾ കോൺട്രാക്ട് ആക്ട് പഠിക്കുമ്പോൾ ആദ്യത്തെയൊക്കെ കുറേ സെക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മുതൽ 2, 3, 4, 5, 6, 7, 8, 9, 10, 30 വരെ 30 വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺട്രാക്ട് ആക്ടിൽ. പിന്നെ അത് കഴിഞ്ഞ് 68, 69, 70, 72 അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺട്രാക്ട് ആക്ടിൽ. അതുപോലെ അത് കഴിഞ്ഞിട്ട് ബെയിൽമെന്റും ഏജൻസിയും ഇൻഡെംനിറ്റിയും ഗ്യാരണ്ടിയും ഒക്കെ വരുന്ന സെക്ഷൻസ് ഉണ്ട് കോൺട്രാക്ട് ആക്ടിൽ. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഏതൊക്കെ സെക്ഷൻസിലാണ് പറഞ്ഞിരിക്കുന്നത്, ആ സെക്ഷൻസിന്റെ പ്രത്യേകത എന്താണ്, അതിനകത്ത് വേറെ എന്തൊക്കെ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബെയർ ആക്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കോൺട്രാക്ട് ആക്ട് പഠിച്ച പോലെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെച്ചുകൊണ്ടിരുന്നാൽ പാടാണ്. ബെയർ ആക്ടിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യണം. അതുപോലെ ക്രോണോളജി, ഇത് കഴിഞ്ഞേ ഇത് വരുള്ളൂ എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ബെയർ ആക്ട് പഠിക്കുമ്പം പഠിച്ചിരിക്കണം. 2, 3, 4, 5 എന്ന് വായിച്ചു വിടുകയല്ല, 2 ഇതാണ്, 3 ഇതാണ്, 4 ഇതാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ, അങ്ങനെ അറിയാൻ പറ്റിയില്ലെങ്കിൽ ഇത് കഴിഞ്ഞേ ഇത് വരുള്ളൂ, ഇത് കഴിഞ്ഞേ ഇത് വരുള്ളൂ എന്നുള്ളതെങ്കിലും നമ്മൾ ഓർത്തിരിക്കണം. അതായത് റിവൊക്കേഷൻ കഴിഞ്ഞേ കൺസിഡറേഷനെ പറ്റി പറയുന്നുള്ളൂ, കൺസിഡറേഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞേ എന്താ പറയുക അടുത്ത കാര്യത്തിനെ പറ്റി പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളെങ്കിലും ഓർത്തിരിക്കണം. കൃത്യം സെക്ഷൻസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതാണെന്ന് മറന്നുപോയാൽ പോലും ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. അത്രയും ഉദ്ദേശമുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് സ്റ്റഡി തറോലി ദ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന നമുക്കറിയാം, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഭരണഘടനയിൽ. വളരെ LLB പഠിക്കുമ്പോഴൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ സിമ്പിളാണ്, വളരെ രസമാണ് കേട്ടിരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്റ്റുഡൻസ് പറയുമായിരുന്നു. അത് രസമാണ്, കാരണം നമ്മുടെ ഹിസ്റ്ററിയാണ് പറയുന്നത്, നമ്മുടെ ചരിത്രമാണ് പറയുന്നത്, അത് ഭരണഘടന എങ്ങനെ വന്നു എന്നൊക്കെയുള്ള കഥകളാണ് പറയുന്നത്. പക്ഷേ UGC നെറ്റ് NTA എക്സാമിന് അതല്ല ചോദിക്കുന്നത്. കൃത്യമായിട്ട് അതിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളെ പറ്റിയാണ് ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 245 മുതൽ ആർട്ടിക്കിൾ 245 മുതൽ ആർട്ടിക്കിൾ 254 വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിയൻ സ്റ്റേറ്റ് റിലേഷൻസിനെ പറ്റിയാണ്. അതിൽ കൃത്യം ഓരോ ക്ലോസുകളിലും എന്താ പറഞ്ഞിരിക്കുന്നത് നടക്കം നമ്മൾ പഠിക്കണം. ബെയർ ആക്ടിനെ ഡിപ്പെൻഡ് ചെയ്യണം. അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇലക്ഷൻസിനെ പറ്റി പറയുന്നതാണ് 324, ആർട്ടിക്കിൾ 324, 325, 326, 327, 328. ഈ കഴിഞ്ഞ സൈറ്റിൽ അതിനെപ്പറ്റിയുള്ള ചോദ്യം ഉണ്ടായിരുന്നു, ആ ആർട്ടിക്കിൾസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്. നമ്മൾ അത് വായിക്കാത്തൊരു വ്യക്തിക്ക് അത് ഇത്ര എഴുതാൻ പറ്റില്ല. അതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എത്രമാത്രം പറഞ്ഞാലും അതിൻ്റെ പ്രാധാന്യം ആവില്ല. കാരണം ആർട്ടിക്കിൾ എത്രയാണ് നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ആർട്ടിക്കിൾ 32 വരെ, ആർട്ടിക്കിൾ 32 മുതൽ 12 മുതൽ ആർട്ടിക്കിൾ 32 വരെ നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. അതും ഓരോ ക്ലോസ് ബൈ ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16 ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ എല്ലാ ക്ലോസുകളും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണമെന്ന് അറിയാമെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം പരീക്ഷാ ഹാളിൽ പോകുന്നതിന് മുമ്പ്. അത്ര ഇമ്പോർട്ടൻ്റ്. അതുപോലെ ആർട്ടിക്കിൾ 21, എത്ര ചോദ്യങ്ങൾ ആർട്ടിക്കിൾ 21 നിന്ന് ചോദിച്ചതെന്നറിയോ ഈ സൈക്കിളിൽ എന്ന് പറഞ്ഞാൽ? കുറേ ചോദ്യങ്ങളല്ല, 2-3 ചോദ്യങ്ങൾ. അത് തന്നെ ആ ആർട്ടിക്കിളിനെ മാത്രം ബേസ് ചെയ്ത് ചോദിക്കുമ്പോഴത്തേക്ക് പ്രാധാന്യം കൂടിയില്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇത്ര ചോദ്യങ്ങളുണ്ട്, അതിനകത്ത് തന്നെ ആർട്ടിക്കിൾ 21 പറ്റി 2 ചോദ്യങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ പ്രാധാന്യം കൂടി. ആർട്ടിക്കിൾ 21 അത്രമാത്രം പ്രാധാന്യമാണ്. അതുപോലെ ആർട്ടിക്കിൾ 30യിലേക്കൊക്കെ പോകുമ്പം കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ചോദ്യവും വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിച്ചേ പറ്റുള്ളൂ. പല ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളും കോൺസ്റ്റിറ്റ്യൂഷനിൽ അതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് കമ്പാരിറ്റീവ് ലോയെ കുറിച്ച് പറയുമ്പോൾ, വൈൽ ലേണിംഗ് കമ്പാരിറ്റീവ് ലോ ഗീവ് മോർ പ്രയോറിറ്റി ടു US കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ US കോൺസ്റ്റിറ്റ്യൂഷനും കൊടുക്കണം. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് US കോൺസ്റ്റിറ്റ്യൂഷനിൽ. അത്ര ഇമ്പോർട്ടൻ്റ് ആണത്. കാരണം അമെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ്. വളരെ കുറച്ച് അമെൻമെൻറ്റ് മാത്രമേ US കോൺസ്റ്റിറ്റ്യൂഷൻ നടന്നിട്ടുള്ളൂ. ഇന്ത്യയുടെ അപേക്ഷിച്ച് വളരെ കുറച്ച് അമെൻമെൻറ്റ് മാത്രമേ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നടന്നിട്ടുള്ളൂ. കാരണം അമെൻമെൻറ്റ് പ്രൊസീജിയറൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. US കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ, ഒരു 7 ആർട്ടിക്കിളേ ഉള്ളൂ US കോൺസ്റ്റിറ്റ്യൂഷൻ. ആക്കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 5 ആണെന്ന് ഞാൻ പറയും. കാരണം എന്താ?
അമെൻമെന്റ് ഓഫ് ദ US കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ് ആർട്ടിക്കിൾ 5 പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്, പഠിക്കാതെ ഒരു കാരണവശാലും പോകാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള US കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ ഒന്നും ഇല്ല. പ്രിന്റ് ഔട്ട് എടുക്കാവുന്നേ ഉള്ളൂ ഡൗൺലോഡ് ചെയ്തിട്ട്, എന്നിട്ട് അത് പഠിക്കാവുന്നേ ഉള്ളൂ. അതിനകത്ത് തന്നെ എത്ര അമെൻമെന്റ് ഉണ്ടെന്നൊക്കെ അതിനകത്ത് ഉണ്ടാവും. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. എല്ലാത്തിൻ്റെയും പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക. അല്ലാതെ നമ്മൾ പഠിച്ചു വന്ന ശീലം അങ്ങനെയല്ല. ഒരു 8-9 കൊല്ലം മുമ്പൊന്നും ഈ പറയുന്ന ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ പഠനമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പേപ്പറിൽ മാർക്ക് ചെയ്തും വരയിട്ടും അത് എഴുതിയൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് തന്നെ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇങ്ങനെ പഠിക്കുന്നവർക്ക് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ പഠിക്കാം. ഓക്കെ. അപ്പോൾ കമ്പാരിറ്റീവ് ലോ പഠിക്കുമ്പോൾ കുറച്ച് നമ്മൾ നല്ല എന്തൂസിയാസ്റ്റിക് ആയിരിക്കണം. എനിക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റണം. കമ്പാരിറ്റീവ് ലോ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡിയാണ് അല്ലേ. നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ലെജിസ്ലേഷൻസുമായിട്ട് മറ്റു രാജ്യങ്ങളിലെ ലെജിസ്ലേഷൻസും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുക. നമ്മുടെ ഇന്ത്യയിലെ നിയമവും മറ്റു രാജ്യങ്ങളിലെ നിയമങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ അതിനകത്ത് നല്ലൊരു അന്വേഷണാത്മകതയും ഒരു ക്യൂരിയോസിറ്റിയും ഒരു ഇഷ്ടവും ഒക്കെ വളർത്തിയെടുത്ത് വേണം കമ്പാരിറ്റീവ് ലോ പഠിക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പഠിച്ചു തീർക്കാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷെ ഒരു അറിയണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി വേണം കമ്പാരിറ്റീവ് ലോ പഠിക്കാനായിട്ട്. ഒരു വൈഡ് ഗ്ലോബൽ വ്യൂ, ഒരു വേൾഡ് വ്യൂ നമുക്ക് കിട്ടണം. US എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത്, ഫ്രാൻസിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, അതുപോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. UK കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിൽ അവർ ഏത് ഡോക്യുമെന്റിനെയാണ് അവർ ആധാരമാക്കുന്നത് അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുത്ത് അവരുടെ ലീഗൽ സിസ്റ്റം മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതൊരു ക്യൂരിയോസിറ്റിയോട് കൂടി വേണം കമ്പാരിറ്റീവ് ലോനെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. ലാസ്റ്റ് യൂണിറ്റാണ് കമ്പാരിറ്റീവ് ലോ. അധികം ആരും പഠിക്കാത്ത യൂണിറ്റാണ്. കാരണം ലാസ്റ്റ് യൂണിറ്റ് അവിടെ വരെ എത്തുമ്പോഴത്തേക്കും പരീക്ഷ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ യൂണിറ്റ് 10 തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അടുത്തത്, നീഡ് ടു കവർ ഈച്ച് ആൻഡ് എവറി വേർഡ്സ് ഇൻ സിലബസ് പാരലലി വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ പറഞ്ഞു സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ വേർഡ് ബൈ വേർഡ് സിലബസ് നന്നായിട്ട് വായിച്ച് പഠിക്കണം നിങ്ങൾ. അതല്ലാതെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പോലും മിസ്സാക്കാനും പാടില്ല. പാരലലി വിത്ത് PYQ. സിലബസിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നേരെ പോയി ഗൂഗിൾ ചെയ്തിട്ട് കുറേ ഇൻഫർമേഷൻ കളക്ട് ചെയ്യല്ല വേണ്ടത്, മറിച്ച് പാരലലി PYQ നോക്കുക. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ആപ്പിലൊക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മുടെ മെയിൻ ഗൈഡ്. അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടൊരു പഠനമില്ല. കാരണം അത് നമ്മുടെ സമയം വേസ്റ്റ് ആക്കലാണ് എന്നുള്ള കാരണം കൊണ്ട്. മാത്രമല്ല നമുക്ക് കുറേ സമയവും ഇല്ല. കുട്ടികളെ കുറേ സമയം പിടിച്ചിരുത്തി കുറേ ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുകയല്ല ഇവിടുത്തെ ഉദ്ദേശം. മറിച്ച് പഠിക്കേണ്ടത് എന്താണ്, പഠിക്കേണ്ടാത്തത് ഏതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം സിലബസിനകത്തെ ഓരോ വേർഡ് ബൈ വേർഡും കവർ ചെയ്യുന്നതിനോട് കൂടെ തന്നെ PYQ കൂടെ നോക്കുക. നമ്മൾ പഠിക്കുന്നത് ഇതാണോ, ഈ വേർഡിൽ നമ്മൾ വേണ്ടത് ഇതാണോ നമ്മുടെ ഈ സിലബസിൽ നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ വേണം പഠനം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഉദ്ദേശിച്ചത്. സിലബസിലുള്ള എല്ലാം കവർ ചെയ്യണം PYQനോട് അനുസൃതമായിട്ട്. ഓക്കെ, അല്ലാത്തതെല്ലാം വേസ്റ്റ് ആണ്. എക്സാമിനെ സംബന്ധിച്ച് നമുക്ക് അറിവുണ്ടാവും, ശരിയാണ്. പക്ഷേ എക്സാം പാസ്സാകുക എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി. എന്ത് വില കൊടുത്തും എക്സാം പാസ്സാകുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻസ് ഫ്രം ഇന്റർനാഷണൽ ലോ വെർ ഫ്യൂവർ ദാൻ എക്സ്പെക്റ്റഡ്. ശരിയാ, കാരണം കഴിഞ്ഞ സൈക്കിളിലൊക്കെ 15-17 ചോദ്യങ്ങൾ ഇന്റർനാഷണൽ ലോയിൽ ചോദിച്ചതാണ്. ഇപ്രാവശ്യം അത്രയും ചോദ്യങ്ങൾ ഉണ്ടായില്ല. അപ്പോൾ ഇന്റർനാഷണൽ ലോയിൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞായിരുന്നു, ഇന്റർനാഷണൽ ലോയിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 2, 3, 4, 5 ക്ലാസ് ഡെയിലി ഓഫ്ലൈനായിട്ട് വരേണ്ടി വരും. നിങ്ങൾ രാവിലെ ഒരു 10 മണി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 4 മണി വരെ പഠിക്കാനുള്ളത് ഉണ്ടാവും നമുക്ക് ഇന്റർനാഷണൽ ലോയിൽ നിന്ന്. അങ്ങനെ പ്രിപ്പയർ ചെയ്യണം. അതുകൊണ്ട് ഇന്റർനാഷണൽ ലോ നമ്മൾ ലാസ്റ്റാണ് എടുത്തത്, കാരണം കുറേ പഠിക്കാനുണ്ടാവും. അപ്പം എന്നിട്ടും ഈ സൈക്കിളിൽ അവർ നേരെ മാറ്റി ഒരു 10, 15, 17 ചോദ്യം ചോദിക്കേണ്ട അടുത്തുനിന്ന് അത്രയൊന്നും ഇല്ലായിരുന്നു ചോദ്യങ്ങൾ ഇന്റർനാഷണൽ ലോയിൽ. ഓക്കെ, അടുത്ത ചോദ്യം, ദർ ആർ നോ ക്വസ്റ്റ്യൻസ് ഫ്രം BNS. എല്ലാവർക്കും പേടിയായിരുന്നു. BNSന്റെ പ്രാധാന്യം കൂടി വരുന്ന കാരണം കഴിഞ്ഞ സൈക്കിളിലൊക്കെ 1, 2 ചോദ്യങ്ങൾ BNS ചോദിച്ചത് കൊണ്ട് ഈ സൈക്കിളിൽ എന്തായാലും BNS ആയിരിക്കും കൂടുതലും ചോദിക്കുക എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മുടെ സിലബസ് മാറാത്ത കാരണവും നമുക്ക് ഒരു ഇൻഡ്യൂഷൻ അനുഭവപ്പെട്ട കാരണവും BNS ക്ലാസ്സിലെടുത്തില്ല. BNSന്റെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റം IPCയിൽ നിന്ന് BNSലേക്ക് വന്നപ്പോഴത്തേക്കുള്ള മാറ്റങ്ങൾ, പുതിയതായിട്ട് വരുന്ന സെക്ഷൻസ്, ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിറ്റി സർവീസ്,
അല്ലെങ്കിൽ ചൈൽഡിനെ പറ്റിയുള്ള ഡെഫിനിഷൻ, അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ക്രൈംസിനെ പറ്റിയും ടെററിസ്റ്റ് ക്രൈംസിനെ പറ്റിയുള്ള ഡെഫിനിഷൻ, അതുപോലെ 152 സെക്ഷൻ 152 BNS സെഡിഷനെ പറ്റി ഉള്ള ഒരു സെഡിഷൻ, അതായത് സോവറിനിറ്റിക്കും ഇന്റഗ്രിറ്റിക്കും എതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെയുള്ള ചില ക്രൈംസ്, അതിനെപ്പറ്റി, അതുപോലെ ന്യൂ പ്രൊവിഷൻസ് ഇൻ BNS മാത്രമേ ക്ലാസ്സിൽ കവർ ചെയ്തുള്ളൂ. കാരണം സിലബസിൽ പറഞ്ഞിട്ടില്ലാത്തടത്തോളം കാലം നമ്മൾ അതിനകത്ത് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. IPC നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. കാരണം IPCയുടെ പ്രാധാന്യമൊന്നും ഇല്ലാതായിട്ടില്ല, നിങ്ങൾക്കറിയാമല്ലോ, IPCയുടെ പ്രാധാന്യം ഒരിക്കലും ഇല്ലാതായിട്ടില്ല. പിന്നെ അടുത്തത്, ഇൻ ജൂറിസ്പ്രുഡൻസ് കോൺസെൻട്രേറ്റ് മോർ ഓൺ സ്കോളേഴ്സ് ആൻഡ് തിങ്കേഴ്സ്. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് നമ്മുടെ ഒരു എക്സാം അനാലിസിസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. അത് ചെയ്തു വച്ചവർ പോയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് സ്പൈറൽ ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കുക. അതായിരിക്കണം നിങ്ങളുടെ അടുത്ത പരീക്ഷയ്ക്കുള്ള ഗൈഡ്, അതായിരിക്കണം നിങ്ങളുടെ അടുത്ത പരീക്ഷയ്ക്കുള്ള റോഡ് മാപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങണം, ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങണം. നാളെ ആവട്ടെ എന്ന് വെച്ചിരിക്കരുത്. 1 മണിക്കൂറെങ്കിലും 1 മണിക്കൂർ പഠിച്ചു തുടങ്ങുക. അവസാനം നമുക്ക് ഗ്രാഫ് നമുക്ക് ഉയർത്തി എക്സാമിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ 8 മണിക്കൂർ ആദ്യം തുടങ്ങി പിന്നെ നമ്മൾ കുറഞ്ഞല്ല വരേണ്ടത്. നമ്മുടെ ഗ്രാഫ് എപ്പോഴും ഉയർന്നു വേണം പോവാൻ. ഓക്കെ, താങ്ക് യു എവരിവൺ.